ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റി ആയിട്ടൊന്നുമല്ല, ഒരു തട്ടിക്കൂട്ട് പുഡിങ്ങും അതുപോലെ തന്നെ ഈ പുഡിങ്ങിന് പിന്നെ എടുത്തിട്ടുള്ള ബാക്കി കസ്റ്റർഡിൻ്റെ ഇത് വെച്ചിട്ട് ഒരു ഡ്രിങ്കും കൂടിയാണ് നമ്മളൊന്ന് തയ്യാറാക്കാൻ പോണത് കേട്ടോ. അപ്പോൾ പിന്നെ വീട്ടിൽ ബ്രെഡ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ കുറച്ച് കസ്റ്റർഡിൻ്റെ ഒരു പാക്കറ്റ് പിന്നെ പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ദിവസമായി കുട്ടികൾ നമുക്ക് പുഡിങ് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയണം കേട്ടോ. അപ്പോൾ നമുക്ക് പിന്നെ ഓരോ മൂടാണല്ലോ ഓരോന്നും ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് എനിക്ക് തോന്നിയെന്ന് പെട്ടെന്ന് ഒരു ചെറിയൊരു കുറേ ദിവസമായാലും കുട്ടികൾ പറയണം, അപ്പോൾ ഇന്നൊരു പുഡിങ് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളൊരു പുഡിങ് ഉണ്ടാക്കി വെച്ചിട്ടോ. പിന്നെ അതുപോലെ തന്നെ വലിയ പുഡിങ് ഉണ്ടാക്കിയ കസ്റ്റർഡിൻ്റെ ആ ഒരു ഇതിന് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഡ്രിങ്കും കൂടി അങ്ങനെ ഉണ്ടാക്കിട്ടോ. അങ്ങനെ അപ്പോൾ പിന്നെ ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ മാതിരി രണ്ടായിട്ടാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു ഡ്രിങ്ക് നല്ല ടേസ്റ്റുള്ള ഡ്രിങ്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു പിന്നെ കുറച്ച് മാംഗോ ഒക്കെ കൂട്ടിയിട്ടാണ് ഞാനിത് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം അങ്ങനെ കുറച്ചൊരു ഇതിങ്ങനെ വെച്ച് കൊടുത്തു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് തുടങ്ങാം എങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാൻ കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ പിന്നെ പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതൊന്ന് കുറച്ച് പാലൊന്ന് മാറ്റി വെക്കണം. കാരണം ഈ ഒരു കസ്റ്റർഡിൻ്റെ പൗഡറിലേക്ക് പിന്നെ കുറച്ച് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാനൊരു 3 സ്പൂൺ കസ്റ്റർഡിൻ്റെ പൗഡറാണ് എടുത്തിട്ടുള്ളത്. ഇത് വാനില ഫ്ലേവറാണ് കേട്ടോ. പിന്നെ മാംഗോൻ്റെ ഫ്ലേവർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് ഫ്ലേവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അങ്ങനെ യൂസ് ചെയ്യാം. ഇത് പിന്നെ ഞാനിങ്ങനെ വാങ്ങിയത് എന്താ വെച്ചാൽ ഇതാകുമ്പോൾ നമുക്ക് പിന്നെ എല്ലാത്തേക്കും യൂസ് ചെയ്യാം. നമ്മൾ പ്രത്യേകിച്ച് ഫ്ലേവറുള്ള വാങ്ങുമ്പോൾ ആ ഒരു ഇതിൻ്റെ ഫ്ലേവറിൽ മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് നമുക്ക് എസൻസുകൾ ഒഴിച്ചെടുത്തുകൊണ്ട് അതിൻ്റെ ഫ്ലേവർ മാറ്റിയെടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് വാങ്ങിച്ചത് കേട്ടോ. അപ്പം പാൽ ഞാൻ അടുപ്പത്ത് ചൂടാക്കാൻ വെച്ചെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണിത്. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ട് പിന്നെ എത്ര വേണ്ടത്. അപ്പം പിന്നെ നമ്മളെ പാല് പിന്നെ ഏകദേശം ഒക്കെ ഒന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഏകദേശം നല്ല ഒന്ന് പെട്ടെന്ന് ചൂടായിട്ട് ഞാൻ വേറെ പണിക്ക് പോയി എൻ്റെ ഇടക്ക്. അപ്പം പിന്നെ ഒന്ന് പെട്ടെന്ന് ചൂടായപ്പോൾ ഞാനത് ആ കസ്റ്റർഡ് ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ എനിക്കൊരു ചെറിയൊരു വിഡിത്തം പറ്റി. ഒന്ന് എന്താ പറയുക, പിന്നെ ചെറുതായിട്ട് ചൂടാണ് സമയത്ത് വേണം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ചൂടായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ കസ്റ്റർഡ് പൗഡർ കട്ട പിടിക്കും. അപ്പോൾ ഞാൻ ഒന്ന് അന്തം വിട്ടും കണ്ട് അങ്ങനെ ചെയ്തു പോയതാണ്. പിന്നെ ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് പിന്നെ നമ്മളിതാ കസ്റ്റർഡ് പൗഡർ എടുത്ത് പിന്നെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ആക്കിയിട്ട് പിന്നെ എടുക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ തിളച്ചിട്ട് ഒഴിച്ചു കൊടുക്കരുത്. കുറച്ചൊന്ന് പിന്നെ ഏകദേശം ചെറിയൊരു തള വരുന്ന സമയത്ത് വേണം അതിലേക്ക് ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട പിടിച്ച് പോയിട്ടോ. പിന്നെ നമുക്ക് തന്നെ ആണല്ലോ, പുറത്താർക്കും കൊടുക്കാനൊന്നും ഇല്ലാന്ന് വിചാരിച്ചതുകൊണ്ട് പിന്നെ കുഴപ്പമൊന്നുമില്ലാതെ അതിൽ തന്നെ തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഇതൊന്ന് കുറുകി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ എന്തെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ കട്ട പിടിക്കാതെ നോക്കുക. കാരണം ഞാൻ ഇപ്പം തന്നെ കട്ട പിടിച്ചിട്ടാണ് ആ കസ്റ്റർഡ് പൗഡറേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ പിന്നെ ആ ശ്രദ്ധ വിട്ട് കഴിഞ്ഞാൽ കൊളാവുമല്ലോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം അങ്ങനെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്കായ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. ഏലക്കായൻ്റെ ഒക്കെ ഇത് ഇഷ്ടമുള്ള ആൾക്കാർക്കാണെങ്കിൽ ആ ഒരു സ്മെല്ലും ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇട്ട് കൊടുക്കട്ടെ. എനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഞാൻ സിമ്പിളായിട്ട് ഇങ്ങനെ മാത്രമേ ചെയ്യണത്. അപ്പം ഞാനിങ്ങനെ എടുക്കുമ്പോൾ കണ്ട ചെറുതായിട്ട് കട്ട അങ്ങനെ വന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പിന്നെ ഇത് കലക്കണ സമയത്ത് തിളച്ചിട്ട് ഒഴിച്ച് കൊടുക്കരുത്. ചെറുതായിട്ട് ആ നേരിയ ചൂടിൽ തന്നെ കസ്റ്റർഡ് പൗഡറിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം അങ്ങനെ അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഞാനത് അവിടെ തീയോടെ ഓഫ് ചെയ്തിട്ടുണ്ട്. പറ്റ കുറുക്കിയിട്ടില്ല, കുറച്ച് ലൂസ് തന്നെയാണ് ഞാനവിടെ അങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പിന്നെ കയ്യിലെടുത്തിട്ട് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പിന്നെ ഫസ്റ്റ് ഞാൻ കസ്റ്റർഡ് ഇതാക്കിയപ്പോൾ കട്ട പിടിച്ചു എന്നുള്ളത്. അപ്പോൾ ആ ഒരു കട്ട കയ്യിലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് തന്നെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഗസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ആ ഒരു കുറ്റം പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ബ്രെഡ് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുത്തപ്പം പിന്നെ ലെവലാവണില്ല. അപ്പം ഞാനിങ്ങനെ പിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ വലിയ പിന്നെ ബൗളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറ്റും. ഞാനപ്പോൾ വലിയ ബൗളിലൊന്നും അല്ല ഇട്ട് കൊടുക്കണത്. ഞാനിതാ ഈ ഒരു ചെറിയൊരു ചട്ടിയിലാണ് ഇങ്ങനെ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്, അപ്പോൾ അതിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇതുവരെ അങ്ങനെ യൂസ് ചെയ്തിട്ടൊന്നുമില്ല, പിന്നെ ചെറുതായിട്ട് അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചപ്പോൾ ഏതായാലും ഇതിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പറ്റ ലൂസായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബ്രെഡൊക്കെ ഒന്നിങ്ങനെ കുതിർന്നുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ നമ്മൾ നിരത്തി വെച്ച് കൊടുക്കണ്ട, പിച്ചി ബാക്കിയുള്ളതൊക്കെ ഞാൻ പിച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇല്ലെങ്കിൽ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി, അങ്ങനെയും ചെയ്യാട്ടോ. എനിക്ക് അതിനൊന്നും സമയമല്ല, എനിക്ക് തിരക്കിട്ട സമയത്താണ് ഞാനത് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടണത് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെയും വേണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പിന്നെ ഒഴിച്ചെടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് പിന്നെ ജാമായിട്ടോ അല്ലെങ്കിൽ പിന്നെ മറ്റേ എന്തുണ്ടല്ലോ ചോക്ലേറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലെയറായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ ഇങ്ങനെ നമുക്ക് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നുമില്ല ഗേസ്. അപ്പം ഞാൻ അച്ചിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ
ബാക്കിയുള്ളത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലൂസ് ആയതുകൊണ്ട് നല്ല സുഖമുണ്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ കുറച്ച് കുറിയതാകുമ്പോൾ നമുക്ക് കുറച്ചൊരു ഇതുണ്ടാവും. അപ്പം പിന്നെ ഇത് കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകൂട്ടോ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പിന്നെ ചൈന ഗ്രാസ് ഉണ്ടല്ലോ, അതും കൂടി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ചൈന ഗ്രാസ് മാത്രം പിന്നെ കുറച്ച് പിന്നെ ഒന്നെങ്കിൽ പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര ഇട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് ലെവലാക്കി വെച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ നമുക്ക് ഇനി ഒരു ദിവസം പിന്നെ ടൈമുള്ള ടൈമിൽ നല്ല ടേസ്റ്റ് തന്നെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കണം. അപ്പോൾ അതാ ഞാൻ ബാക്കിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബ്രെഡൊക്കെ മേലെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കണ്ടാലും കുഴപ്പമൊന്നുമില്ല, നമുക്കുള്ളതല്ലേ. പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്തൊന്നുമില്ല. പിന്നെ കുറച്ച് കാരക്ക മാത്രമുണ്ട്, പിന്നെ കുറച്ച് പിന്നെ അണ്ടിപ്പരിപ്പുണ്ട് കേട്ടോ. പിന്നെ ബദാം അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതൊന്നും ഇട്ട് കൊടുക്കണില്ല, ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തുകൊണ്ട് അതുപോലെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് പിന്നെ നമുക്ക് നല്ല ചിലവാണ് കേട്ടോ. നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോഴും അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം ഒക്കെ വെക്കുമ്പോൾ നമ്മളത് നന്നായിട്ട് തന്നെ പിന്നെ ഉപയോഗിക്കലുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഉള്ളത് ലാസ്റ്റ് പിന്നെ എന്താ പറയുക, കാരക്ക. ഞങ്ങളിവിടെ കാരക്ക എന്ന് പറയും, പക്ഷെ അതിന് പിന്നെ ഈത്തപ്പഴം എന്നാണ് പറയാം. ഞങ്ങൾ പൊതുവേ അങ്ങനെ കാരക്ക പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ഈത്തപ്പഴം കുറച്ച് അതിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ എന്നിട്ട് പിന്നെ ഞാൻ അതിൻ്റെ മേലെ കുറച്ചും കൂടി ബാക്കിയുള്ള വന്നപ്പോൾ, അതായത് കസ്റ്റർഡിൻ്റെ ആ ഒരു പിന്നെ മിൽക്കൊക്കെ ഇതാക്കി വെച്ചത് കുറച്ചും കൂടി ബാക്കി വന്നപ്പോൾ ഞാനത് അതിൻ്റെ മേലെ കൂടി തന്നെ ഒഴിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം പിന്നെ എന്താ പറയുക, പിന്നെ ഞാനൊരു 4-5 ഈത്തപ്പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ പിന്നെ ഫസ്റ്റ് നമ്മൾ ലെയറായിട്ട് ഫസ്റ്റ് വെച്ചല്ലോ, അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചോക്ലേറ്റ് ഇങ്ങനെ പിന്നെ ഇത് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കൂലേ, അങ്ങനെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുകയൊക്കെ ചെയ്യട്ടോ. അപ്പം ഞാൻ പിന്നെ അതിൻ്റെ മേലെ കൂടെ കുറച്ചും കൂടി അതുകൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്കി വെച്ചിട്ട് നമുക്ക് വേറൊരു സംഭവം റെഡിയാക്കാനുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ കുറച്ച് ലൂസാക്കിയിട്ട് തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ഇനി ഇത് പിന്നെ ഒന്നും കൊണ്ട് ചൂടാറിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഫ്രീസറിൽ വെക്കണ്ട, താഴെ വെച്ചിട്ട് തന്നെ പിന്നെ താഴെ വെച്ചാൽ മതി. അത് തുറക്കണ സമയമാകുമ്പോൾ, നോമ്പ് തുറക്കണ സമയമാകുമ്പോൾ സെറ്റായിട്ട് വരും കേട്ടോ. അപ്പം അങ്ങനെ നമ്മളെ പിന്നെ ഒരു തട്ടിക്കൂട്ട് പുഡിംഗ് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഈ ഒരു കസ്റ്റർഡിൻ്റെ ഇത് വെച്ചിട്ട് നമുക്കൊരു ചെറിയൊരു ഡ്രിങ്ക് ഉണ്ടാക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ ഒരു മാംഗോ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനത് ചെയ്യാൻ പോണത്. അപ്പം മാംഗോ ഒന്ന് നല്ല പഴുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ സ്പൂണ് വെച്ചിട്ട് എടുത്തേക്കാണ് കേട്ടോ. ഇനി അത് ഇതിൽ നന്നാക്കിയിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കി കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മിക്സിയിലിട്ടും കണ്ട് പിന്നെ അടിച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇത് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എസൻസും കാര്യങ്ങളൊക്കെ ഒഴിച്ചെടുക്കാം. നമ്മളതൊന്നും ചെയ്യണില്ല, നമ്മൾ സിമ്പിളായിട്ട് തന്നെ ചെയ്യണ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒഴിച്ചെടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി, ഇതിൽ നമ്മൾ ആദ്യം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് പിന്നെ ഡ്രിങ്ക് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് അത് മധുരം പറ്റൂല, കുറച്ചും കൂടിയൊക്കെ വേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി പഞ്ചസാര ഇതിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെ നമ്മൾ ഈ ഡ്രിങ്ക് കുടിക്കുന്ന സമയത്ത് കുറച്ച് മധുരം വേണം. അപ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒക്കെ ആകുമ്പോൾ, അത് മധുരം ഇല്ലാതാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. പൊതുവെ ഞാൻ ചായയിലൊക്കെ കുറച്ച് മധുരം പിന്നെ കമ്മിയാക്കി കണ്ടാണ് ചെയ്യൽ. ചായയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് മധുരം കുറവാണ് കേട്ടോ. അപ്പോൾ ഞാനിനി കുറച്ച് ഐസ് ക്യൂബും കൂടി ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ ഐസിൻ്റെ വെള്ളം കുറച്ച് അങ്ങനെ ഒഴിച്ചെടുത്താലും മതി. ഐസ് വെള്ളമല്ല, അപ്പം ഞാൻ ക്യൂബ് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. ഇനി നമ്മളിതാ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസ്സിലേക്ക് നമ്മൾ ഈ അടിച്ചു വെച്ച ഈ ഒരു പിന്നെ ഡ്രിങ്കിൻ്റെ ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് ഈ ഒരു ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പറ്റുകയാണെങ്കിൽ ഇങ്ങനെ കസ്റ്റർഡിൻ്റെ പിന്നെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കസ്റ്റർഡിൻ്റെ നല്ല കോൺഫ്ലവർ വെച്ചിട്ടും ഇതുപോലെ ചെയ്യാട്ടോ, ജ്യൂസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയണം കേട്ടോ. ഞാനിങ്ങനെയാണ് ചിലപ്പോൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും, അതൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിത്തീരും. പക്ഷെ എന്തായാലും ടേസ്റ്റുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. പിന്നെ ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റുള്ളൊരു തന്നെയാണ്. നമുക്ക് ഈ ഒരു ചൂടത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്താ പറയുക, നിങ്ങളൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ തന്നെ നമുക്ക് മുന്നോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇതുവരെ അങ്ങനെ തന്നെയാണ്, എന്നാലും ഇടയ്ക്കൊന്ന് പറയാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പം വേണമെന്നുണ്ടെങ്കിൽ ഡെക്കറേഷൻ കൂട്ടാൻ എന്തും അതിലേക്ക് പിന്നെ വെച്ചുകൊടുക്കുക. അപ്പോൾ ഞാനിതാ കുറച്ച് പിന്നെ ഇത് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം